റബീഉൽ അവ്വൽ പ്രത്യേകതകൾ ഏറെയുള്ള മാസം, സന്തോഷമാരെ തരുന്ന മാസം, ലോകനായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പിറന്നുള്ള പുണ്യമാസം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയുടെ പ്രാന്തപ്രദേശങ്ങൾ ആടുമേച്ച് നടന്ന അൽ അമീൻ എന്നറിയപ്പെട്ടിരുന്ന ആ കൊച്ചുബാലൻ എങ്ങനെ അള്ളാഹുവിനേറെ ഇഷ്ടപ്പെട്ട റസൂലായി മാറി? അനാഥനായി വളർന്ന ബാല്യം, അനാചാരങ്ങൾക്കും അക്രമങ്ങൾക്കും നടുവിൽ ഏകനായി നിന്ന കൗമാരം, വിശ്വസ്തനായ ഒരു കച്ചവടക്കാരനായി മാറിയ യൗവനം. അതെ, ഇതാണ് എൻ്റെ ഹബീബ്. റബ്ബ് സുബ്ഹാനഹു തആലയുടെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമം. ആ പുണ്യജന്മം നടന്നത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സുബഹി അടുത്ത സമയത്തായിരുന്നു. ആ സമയത്ത് വരവേൽക്കാൻ നമുക്ക് ഒരുങ്ങണ്ടേ? എങ്ങനെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തി മധുരങ്ങളിൽ സ്വലാത്ത് നിറച്ചും വരവേൽക്കാൻ പുണ്യ റബീനെ, മുത്തിനുമുത്തായ മുത്ത് ഹബീബിനെ സ്നേഹിക്കുന്ന റബ്ബ് നമ്മെ ഉൾപ്പെടുത്തട്ടെ. അവിടുത്തെ ചരിത്രത്തേക്ക് 3 സ്വലാത്ത് ചെല്ലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.